ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി കേട്ടോ. ചക്കയും മത്തനും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ചക്ക നല്ല പഴുത്ത ചക്കയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഞാനിവിടെ ചക്കയുടെ സീസൺ കഴിഞ്ഞതുകൊണ്ട് ചെറിയ പഴുപ്പുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും നമുക്കത് വേവിച്ച് കഴിയുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 100-150 ഗ്രാം മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 5 പേർക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചിട്ട് അളവിലാണ് ഇവിടെ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ചക്ക ഇവിടെ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മത്തൻ കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് 2/2 പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് പൊടിയുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 5 ഏലക്ക അതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ചക്കയും മത്തനൊക്കെ ഇവിടെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ഉടഞ്ഞ രീതിയിലാണ് ഇഷ്ടമെങ്കിൽ ഉടച്ചെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചതിലേറെ ഒന്നും കൂടി വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റ് കൂടി നമുക്ക് ആ ശർക്കര എല്ലാം ഈ ചക്കയിലും മത്തനിലും പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 പാൽ എടുത്തപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് പാൽ കുറവായതുകൊണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തേങ്ങ കൊത്തൊന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്കിത് തണുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതുപോലെ ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം നാളെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.